നിങ്ങളുടെ വീട്ടിൽ അടുത്ത ആഴ്ച നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നു, ഒരു 10, 15, 16 പേർ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വിചാരിക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ഒരു കേക്ക് അവർക്ക് സർപ്രൈസായിട്ട് കൊടുത്താൽ വിചാരിക്കുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി, യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലൊക്കെ ഉണ്ടാവും, യൂട്യൂബിലൊക്കെ നോക്കി നിങ്ങൾ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടുപിടിക്കുന്നു. കേക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങൾ അവസാനം ആ ദിവസമായി നിങ്ങളെന്ത് ചെയ്തു? കേക്ക് ഉണ്ടാക്കാൻ നോക്കി തീരുമാനിച്ചു. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് വേണ്ടത് 16 പേർക്ക് വേണ്ട, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് 16 പീപ്പിളാണ്, 16 ഫ്രണ്ട്സാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ റെസിപ്പി എന്ന് പറയുന്നത് 32 ആൾക്കുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷനായി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് 32 പേർക്കുള്ള റെസിപ്പി ആക്കിയാൽ ബാക്കിയാകുമല്ലോ. അപ്പം 16 പേർക്കുള്ള റെസിപ്പി എങ്ങനെയാക്കാം? അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടി. കാരണം എന്ന് വെച്ചാൽ ഇത് 32 പേർക്കുള്ള റെസിപ്പിയാണ്, നേരെ പകുതി ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ 32 നേരെ പകുതിയാണല്ലോ 16 ആൾക്കാർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഉള്ള റെസിപ്പിയുടെ ഓരോ സാധനങ്ങളും എഗ്സ് ഉണ്ട്, ഫ്ലോർ, ഷുഗർ, ബട്ടർ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പിയുടെ നേരെ പകുതി എടുത്താൽ മതിയായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് ഈ റെസിപ്പിയിൽ നമുക്ക് 8 എഗ്സ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എത്ര പകുതി എടുക്കും? 8 എഗ്സിൻ്റെ പകുതി എന്ന് പറയുന്നത് 4 എഗ്സ് എടുക്കും. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ 4 എഗ്സ് എടുക്കും. 6 കപ്സ് ഓഫ് ഫ്ലോർ ആണ്. അപ്പം 6 കപ്സിൻ്റെ ഫ്ലോർ നമ്മളിവിടെ മൈദയാണ് എടുക്കുക. മൈദയുടെ 6 കപ്പാണ് വേണ്ടത്. അപ്പം നിങ്ങൾ എത്ര എടുക്കും? നമുക്ക് 3 കപ്സ് എടുത്താൽ മതി. അതുപോലെ തന്നെ ഷുഗർ, 6 കപ്പ് ഓഫ് ഷുഗർ നമുക്ക് എത്ര എടുത്താൽ മതി? 3 കപ്സ് ഓഫ് ഷുഗർ നമുക്ക് എടുത്താൽ മതി. ബട്ടർ ആവശ്യമുണ്ട്. ബട്ടർ എത്രയാണ്? ബട്ടർ എന്ന് പറയുന്നത് 2 കപ്സ് ഓഫ് ബട്ടറാണ് വേണ്ടത്. നമ്മൾ എത്ര എടുക്കും? നമ്മൾ 1 കപ്പ് ഓഫ് ബട്ടർ എടുക്കും. 1 കപ്പ് ബട്ടർ എടുക്കും. ഇവിടെ 3 കപ്സ് ഓഫ് ഷുഗറാണ്. ഇവിടെ മൈദയാണ്. 6 കപ്സ് എഗ്സ് ആണ്, 6 എഗ്സ്. അപ്പോൾ നമുക്കിനി ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ ഇവിടെ 6 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് പറയുന്നത്. നമുക്കത്ര നേരെ പകുതി, അതെന്താണ്? 3 ടീസ്പൂൺ എന്താ മതി? 3 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്താൽ മതി. ഇനി അവസാനമായിട്ട് എന്താണ്? 2 കപ്പ് വാട്ടർ വേണം. നമുക്ക് എത്ര വേണ്ട? ഇത് നേരെ പകുതി, 1 കപ്പ് വാട്ടർ മതി. ശരിയാണല്ലോ. അപ്പം നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നു. കേക്ക് അത് സെയിം നിങ്ങൾ ഇതേ കേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. അതുകൊണ്ട് അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 32 പേർക്കുള്ള റെസിപ്പിയുടെ നിങ്ങൾ നേരെ പകുതിയാക്കിയിട്ട് 16 പേർക്കുള്ള റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി? അപ്പം ഈ കേക്കും ആ കേക്കിൻ്റെ അതേ ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അത് പറയാൻ കാരണം എന്താണ്? അവിടെയാണ് നമ്മുടെ ഈ റേഷ്യോസിൻ്റെ ഇമ്പോർട്ടൻസ്. അവിടെ കാരണം എന്താ? ഈ ഓരോ റെസിപ്പി ഉണ്ടല്ലോ, എഗ്സും ഫ്ലോറും ഷുഗറൊക്കെ, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 32 പേർക്കുള്ള റെസിപ്പിയിലെ അതേ റേഷ്യോ തന്നെയാണ് ഇവിടെ ഈ 16 പേർക്കുള്ള നിങ്ങൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ 32 പേർക്കുള്ള മെയിൻ റെസിപ്പിയിൽ നമുക്ക് എത്ര എഗ്സ് വേണം? ഫോർ 8 എഗ്സ് നമുക്ക് എത്ര ഫ്ലോർ വേണം? അത് മൈദ എത്ര വേണം? ഫ്ലോർ നമുക്ക് 6 കപ്സ് ഓഫ് ഫ്ലോർ വേണം, മൈദ വേണം ആണല്ലോ. അപ്പോൾ നമ്മുടെ റേഷ്യോ എത്രയാണ്? 8:6 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? 8:6 ആണ് നമ്മുടെ ഈ മെയിൻ റെസിപ്പിയിൽ. ഇവിടെ എത്രയാണ്? 4 എഗ്സിന് നമുക്ക് എത്ര വേണം? 4 എഗ്സ് നമുക്ക് എത്ര കപ്പ് ഫ്ലോർ വേണം? മൈദ വേണം. 3 കപ്പ് മൈദ വേണം, 3 കപ്പ് ഫ്ലോർ വേണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. ശരിയാണല്ലോ? 4:3 ആണ്. ഇനി നമുക്ക് നോക്കാം. ഈ 8:6 എന്ന് പറയുന്നത് 8:6 നമ്മൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 സൈഡിലും 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 4:3 കിട്ടിയല്ലോ. 8:6നെ 2 സൈഡിലും 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 4:3 കിട്ടി. അപ്പോൾ അതെന്താ? 4:3യുടെ ഈക്വലൻ്റ് റേഷ്യോ ആണ് 8:6. രണ്ടും ഒന്നാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്കെന്ത് പറയുന്നത്? ഈ റെസിപ്പിയിലെ റേഷ്യോസ്, ഓരോ ഇൻഗ്രീഡിയൻറ്റ് തമ്മിലുള്ള റേഷ്യോസും ഒരുപോലെയാണ് 2 റെസിപ്പിയിലും. അപ്പം അതാണ് ഈ റേഷ്യോയുടെ ഇമ്പോർട്ടൻസ്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് കാര്യമാണല്ലോ. കാരണം നമ്മളിവിടെ നോക്കൂ. ഇനി ഇവിടെ ഷുഗറും ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ എത്ര വേണം നമുക്ക് നോക്കാം. ഓക്കെ, ഷുഗർ എത്രയാണ്? ഷുഗർ എന്ന് പറയുന്നത് 6 ഷുഗർ വേണം. 6 ബേക്കിംഗ് സോഡ എത്രയാണ്? ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6:6 ആണ് നമുക്കിവിടെ വേണ്ട റേഷ്യോ.
ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ എത്രയാണ് വേണ്ടത്? പിന്നെ 6 to 6 ആണ്. ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 6 to 6 എന്ന് പറയുന്നത് 3 to 3 ഒരുപോലെയാണ്. അപ്പം ഇതാണ് നമ്മുടെ റേഷ്യോ.